എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മാങ്ങ പഴുത്തത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നാടൻ മാങ്ങ കൊണ്ട് പറ്റില്ല കേട്ടോ. ഇത് കുറച്ച് വലിയ മാങ്ങ നമ്മൾ പൂണ്ടെടുക്കുമല്ലോ, അങ്ങനത്തെ മാങ്ങ വേണം. ഇത് വലിയ മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. ഇപ്പൊ മാങ്ങേന്റെ ഒക്കെ സീസൺ അല്ലേ എന്നറിയാം. അപ്പൊ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. മാങ്ങ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് മാങ്ങ കൊണ്ട് ഒരു പുഡിങ് ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ അത് മാങ്ങ ഉണ്ട്, കുറച്ച് പാലുണ്ട്, അധികം സാധനമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാം. പഞ്ചസാര ഉണ്ട്, കുറച്ച് കോൺഫ്ലവർ ഉണ്ട്, പിന്നെ വേറൊന്നും വേണ്ട. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങ ഇതിലേക്ക് ഇടാം. ഈ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. മാങ്ങയുടെ രണ്ട് മൂന്ന് മാങ്ങ, രണ്ടര മാങ്ങ ഉണ്ടാവുള്ളൂ അത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിക്കാം. കുറച്ച് പഞ്ചസാര ഇടാം. മാങ്ങയുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. ഇത് കുറച്ച് മധുരം കുറവാണ്. അപ്പം ഞാൻ പിന്നെ കുറച്ച് 3-4 സ്പൂൺ പഞ്ചസാര ഇടാം, കുട്ടികൾക്കൊക്കെ കഴിക്കാമല്ലോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരണം. അതിന് മുൻപ് നമുക്ക് ഈ കോൺഫ്ലോർ ഉണ്ടല്ലോ, ഈ കോൺഫ്ലോർ ഒന്ന് പാലുമായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. സ്പൂൺ ഇട്ടട്ടെ, സ്പൂൺ ഇട്ടാൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് പാല് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അങ്ങനെ റൗണ്ടാവും. പാൽ ഒഴിച്ചിട്ട് ഈ കോൺഫ്ലോർ ഇരിക്കുമ്പോഴും ഇങ്ങനെ കട്ടിയാവും കേട്ടോ. അപ്പം നമ്മളത് എടുക്കുമ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയായി പോകും. ഇത് ഈ മാംഗോ പുഡിങ്ങിനൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇത് ഉപയോഗിക്കുന്നത്. എന്ത് സാധനമൊക്കെ പേരെന്താ, കോൺഫ്ലോർ. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അപ്പോഴേക്ക് ഈ മാങ്ങ പാലും പഞ്ചസാരയും ചേർത്തൊന്ന് അടിച്ചിട്ട് വരാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സൗണ്ടും ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അതിൻ്റെ അടി പിടിച്ചു പോകും. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിക്കണം നന്നായിട്ട്. മാങ്ങയൊക്കെ നിറയുണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ നല്ലതുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കുട്ടികൾക്കല്ല, വലിയവർക്കും ഇഷ്ടമാവും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. മാംഗോ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്. നന്നായിട്ട് ഒന്ന് വേവണം, അതൊന്ന് മിക്സ് ആവണം നന്നായിട്ട്. കുറച്ച് നേരം ഇത് ഇളക്കണം കേട്ടോ, പെട്ടെന്ന് എടുക്കാൻ പാടില്ല. ഇതിന് നല്ലോണം ഒന്ന് വറ്റി വരണം. അഞ്ചെട്ട് മിനിറ്റോളം ഞാനതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. ഇനി നമ്മളത് ഈ കോൺഫ്ലോറും പാലും മിക്സ് ചെയ്തതില്ലേ, അതിലേക്ക് ഒഴിക്കുകയാണ്. ഇതാ എടുക്കുമ്പോൾ ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കും. കോൺഫ്ലോർ പെട്ടെന്ന് കട്ട് ചെയ്യാവുന്ന സാധനമാണ് കേട്ടോ. അതിന് ഇട്ട് ഉടനെ ഇളക്കും വേണം. കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉണ്ടയായി കട്ടി പോകും. നമ്മുടെ പുഡിങ്ങിൻ്റെ ഏകദേശം ഒരു 3/4 ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നെയ്യോ ബട്ടറോ പുരട്ടിയൊരു പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇത് പാത്രത്തിലൊക്കെ എടുത്തിട്ട് വരട്ടെ. ഓഫ് ചെയ്തു. അങ്ങനെ ഒരു പാത്രം എടുത്തിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ട്രേ ഒന്നും ഇല്ല, അത് കാരണം ട്രേയിലാക്കിയിട്ട് അലൂമിനിയം ഫോയിൽ പാത്രത്തിലൊക്കെ അടച്ചു വെച്ചാൽ നല്ലതാണ്. ഇത് ഞാൻ നെയ്യാണ് പുരട്ടിക്കുന്നത്. ഇതിൽ വെച്ചിട്ട് ഇതിലേക്ക് ഫുള്ള് ഒഴിക്കുകയാണ് ഈ പാത്രത്തിലേക്ക്. ഇതിൻ്റെ മീതെ നട്ട്സൊക്കെ വേണം കേട്ടോ. ഞാൻ അപ്പം നട്ട്സൊന്നും ഇടുന്നില്ല. ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസറിൽ വേണമെങ്കിൽ 2-3 മിനിറ്റ് വെച്ചിട്ട് ഉടനെ നമുക്ക് താഴത്ത് ഇറക്കി വെക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ഐസൊക്കെ വീണ് ശരിയാവും, കട്ടിയായി പോകും. അപ്പോൾ ഫ്രീസറിൽ വെക്കാതിരിക്കുക നല്ലത്. അപ്പോൾ താഴെ വെക്കുക. ഏകദേശം ഒരു 3-4 മണിക്കൂർ ഇത് ഇരിക്കണം കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ഇത് സെറ്റായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ ഞാൻ നന്നായി അടച്ചിട്ട് വെക്കാൻ പോവുകയാണ്.
പുഡിങ് റെഡിയാണ്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇനി ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇത് കേട്ടോ, മാംഗോ പുഡിങ്. അതാ കണ്ടോ, നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.